കബൂലിയത്ത് ലഭിച്ചവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മദദെ ഹൗസ് ഖുതുബിയ്യത്ത് മജ്‌ലിസിലാണ് നാം ഏവരും സമ്മേളിച്ചിരിക്കുന്നത്. അഭിമാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഗ്രന്ഥത്തിൽ ആദ്യമായി പല കിതാബുകളിലും ഈ ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും അമലുകൾ സ്വീകാര്യമാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നമ്മൾ എന്ത് കരുതിയിട്ടാണോ ഈ മഹത്തായ മജ്‌ലിസിൽ വന്നിട്ടുള്ളത്, നമുക്കെല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് സഅദത്തുദ്ദാറൈൻ, രണ്ട് ലോകത്തും വിജയിക്കുക എന്നുള്ളതാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിജയം ലഭിക്കണം. നമ്മൾ 10 മടങ്ങ് എന്നേക്കും ആഖിറമാകുന്ന ശാശ്വതമായ ലോകമാകുന്ന ആഖിറത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ വിജയം കിട്ടണം. ദുനിയാവിൽ നമുക്ക് വിജയിച്ചാലേ നമുക്ക് ആഖിറത്തിൽ വിജയിക്കുകയുള്ളൂ. വിജയം നമുക്ക് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. നമുക്ക് എത്രമാത്രം ഒരു ആത്മാർത്ഥത നമുക്ക് കിട്ടുന്നുണ്ട്, തഖ്വ കിട്ടുന്നുണ്ട്, ഇഖ്ലാസ് കിട്ടുന്നുണ്ട്, നമുക്കൊരു അതിൻ്റെ ഒരു അസർ, ഒരു ഫലം നമുക്ക് കാണുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ എങ്കിൽ നമുക്ക് വിജയം കിട്ടി എന്നുള്ളതാണ്. അല്ലേ? എത്ര അധ്വാനിച്ച്, എത്ര കഷ്ടപ്പെട്ട്, അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് വിജയിച്ചു. ഒരു കാര്യം നമ്മൾ തുടങ്ങി, നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് വിജയം കിട്ടുമ്പോൾ നമുക്കറിയാം ഇത് വിജയിച്ചു. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്, ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ പരാജയം. ചിലപ്പോൾ നമുക്ക് ചില പരിശോധനകൾ, ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ തന്നേക്കാം. എന്നാൽ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മൾ ഇറങ്ങിത്തിരിച്ചത് അള്ളാഹുവിലേക്ക് തവക്കലായിട്ടാണ്, അള്ളാഹുവിലേക്ക് കാര്യമേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ ഈമാനികമായി നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിജയം നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ചിലർ പറഞ്ഞു വിജയിച്ചു, ഈ മജ്‌ലിസ് കൊണ്ട് നമുക്ക് വിജയം ലഭിച്ചു, മജ്‌ലിസിൽ സംബന്ധിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും വിജയിച്ച് കിട്ടിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. എത്രയോ അനുഭവങ്ങൾ ഈ മഹത്തായ ഖുതുബിയ്യത്തുൽ മജ്‌ലിസ്, മഹത്തായ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ നമ്മൾ വെറുതെ പിടിച്ചതുകൊണ്ട് നമ്മൾ പിടിക്കണം. അത് നമ്മൾ പിടിക്കുന്നത് ഒരു സാധാരണ പിടിക്കൽ പോലെയല്ല. നമ്മളിപ്പോൾ മഹാനായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിനേക്കാളും നമ്മൾ തങ്ങൾ ഉസ്താദിന്റെ അവിടുത്തെ ആ പാരമ്പര്യം, മഹാനായ അവിടെ ഉപാധ്യായ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അത്രമാത്രം നമ്മൾ എന്നെ പിടിച്ചവർ യാതൊന്നും പേടിക്കേണ്ടതില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇരുത്തം, നമ്മുടെ വരവ്, നമ്മുടെ അധ്വാനിച്ച് സമയം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവഴിച്ച് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏത് രീതിയിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ കാര്യത്തിന് പോയിട്ട് മജ്‌ലിസിൽ പോയിട്ട് എന്ത് കിട്ടിയെന്ന് ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. എത്ര മജ്‌ലിസിൽ പോയിട്ട് എന്ത് കിട്ടി? അതല്ല, കിട്ടുന്നത് ചിലപ്പോൾ ആഖിറത്തിലാണ്. 10 മജ്‌ലിസിൽ കൂടി അല്ലെങ്കിൽ 15 മജ്‌ലിസിൽ കിട്ടും ചിലപ്പോൾ. ആ രീതിയിലാണ് നമുക്ക്
ഏത് രീതിയിലാണ് നമുക്ക് വിജയങ്ങൾ കിട്ടുന്നത്, നമ്മളെ മനസ്സിലേക്ക് സമാധാനം കിട്ടുന്നത്? നമ്മൾ ചിലപ്പോൾ ചില വിഷയം ചിലപ്പോൾ വൈകും, ചിലപ്പോൾ നമുക്ക് വേറെ സാധനമാണ് തരുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല രീതിയിൽ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് നമ്മൾ കാണണം. കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മഹത്തായ മജ്‌ലിസ് വലിയ അസറുള്ള മജ്‌ലിസാണ്. ഇതിന്റെ ആദാബുകൾ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെ അവിടുത്തെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേരക്കുട്ടിയാണ്. തങ്ങൾ ഉസ്താദിന്റെ ആ നേതൃത്വത്തിലാണ് നമ്മൾ ഈ മഹത്തായ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ മഹാനായ ഔസദം ആളം നമ്മൾ ഔസദാളം തങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ മജ്‌ലിസ് മദദ ഹൗസ് മുത്തബിയത്ത് മജ്‌ലിസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അൽ ഹാദി അക്കാദമി മർകസുൽ ഫത്വ അൽ ഹാദി ഇസ്ലാമിക് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അതിന് മഹാനായ ഖുദൂവത്തു സാദാത്ത് ഉപയോഗങ്ങൾ അനുബന്ധങ്ങൾ അതിന് തറക്കല്ലിട്ടുകയും സ്ഥിരാസ്ഥാപനം നടത്തുകയും ചെയ്ത് അൽഹംദുലില്ലാഹ് അതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മുടെ ആദ്യ അക്കാദമിക് ഹിഫ്ളുൽ ഖുർആൻ അനീഫ ഹാജ നമുക്ക് തങ്ങൾ ഉസ്താദ് സ്ഥലം നൽകി. അൽഹംദുലില്ലാഹ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ പണികളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അല്ലാഹു ആഫിയത്ത് തങ്ങൾ ഉസ്താദിനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല അതിന്റെ സന്തോഷത്തോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഫിയത്തുൽ ദീർഘായുസ്സ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ അസാഫ് അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ സിദ്ദീഖ് ഉസ്താദ് ഇവിടെ സേവനം ചെയ്തിരുന്നു. ഇന്നലെയാണ് മരണപ്പെട്ടു പോയത്. വലിയൊരു വിഷമം നമുക്കുണ്ട്. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. ഇന്ന് ഈ മാസത്തിൽ മഹാനായ ഖുതുബുൽ റഈസ് സയ്യിദ് സയ്യിദുല്ലാഹി ഖദ്ദസല്ലാഹു വസ്സലം അസീസ് മഹാനവരുകളെ അനുസ്മരിക്കുന്ന മാസം കൂടിയാണ്. അവിടുത്തെ മദദ് തർബിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രഭാഷണം നടത്തി തരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദ് യഹ്യ സഹദ് ഉസ്താദാണ്. നമ്മുടെ മഹദൂമിയിൽ ആദ്യം നമ്മുടെ അടുത്ത് മീസാനൊക്കെ പഠിച്ച് അൽഹംദുലില്ലാഹ് നല്ല പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. വലിയ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് അദ്ദേഹത്തിന് അല്ലാഹു ഇനി നമ്മുടെ നാടിന് ഈ മഹലിന് നേതൃത്വം നൽകാനും ദീനിന്റെ ഓരോ കാര്യങ്ങൾ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ് മജീദ് സാദി ഉസ്താദ് നമ്മുടെ എല്ലാ പരിപാടികളും സാന്നിധ്യമാണ്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പെരുമുദ റേഞ്ചിലെ ഇന്നലെ റേഞ്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പെരുമുദ റേഞ്ചിന്റെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജബ്ബാർ ഫാദിലി ഉസ്താദ് നമ്മൾ ഈ നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ വന്നതാണ് ചാവാറിലേക്ക്. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ ഈ നാടിന്റെ പുരോഗതിക്ക് ഇവിടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി യുവജന സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് അവർക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കാബിയാട്, അതുപോലെ തന്നെ മറ്റു അംഗങ്ങൾ, ഇവിടെ എത്തിയ രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട കൈസ് ബയാർ അടക്കമുള്ള കലീൽ നമ്മുടെ കൺവീനർ, ഇതിന്റെ സെക്രട്ടറി കൂടിയാണ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ള വിജയമാണ്. നമുക്ക് ആഖിറം സന്തോഷത്തിലായി കിട്ടണം എന്ന നിയത്തോടു കൂടിയാണ്. അല്ലാഹു നമുക്കെല്ലാം ആഖിറത്ത് നന്നായി ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട യഹ്യ സയ്യിദ് ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തും. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ആത്മീയ നേതൃത്വം മന്നരായ തങ്ങൾ ഉസ്താദ് നമുക്ക് ആത്മീയമായ നസീഹത്തും ദുആക്ക് പൊതുവത്തിനും ദുആക്കൊക്കെ നേതൃത്വം നൽകും. അല്ലാഹു തങ്ങൾ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കുടുംബത്തിൽ അല്ലാഹു വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മറ്റു വാക്കിന് സ്വാഗതം നേർന്നുകൊണ്ട് ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
ومن ينادي اسمي ألفا بخلوتي حزما بهمته صرما لغفوته أجبته مسرعا لأجل دعوته فليدع يا عبد القادر محي الدين ما زال عبدي بالنوافل يقرب حتى أكون له يدا والأرجلا. ബഹുമാനാദരം നിറഞ്ഞ നമ്മുടെ മജ്‌ലിസിന്റെ നേതൃത്വമായ സയ്യിദ് അവറുകൾ, അതുപോലെ വേദിയിലുള്ള ഉസ്താദ്മാർ, സഅദി ഉസ്താദ്, ഫാദിൽ ഉസ്താദ്, മറ്റു സദസ്സിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമ്മുടെ ഈ സംഘം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് മറന്നവരുണ്ടെങ്കിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പള്ളിയിലിരിക്കുക. വെള്ളിയാഴ്ച രാത്രിയാണ്. സയ്യിദുകളുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇത് കാരണം നമുക്കുള്ള എല്ലാ ദുന്യവയുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്ത് നമുക്കുള്ള എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാന്മാരെ സ്മരിക്കലും അവരുടെ പേരുള്ള മജ്‌ലിസുകൾ സംബന്ധിക്കലും സംഘടിപ്പിക്കലും അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാക്കളെ മദ്ഹ് ചൊല്ലൽ അത് ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങളെ മദ്ഹ് ചൊല്ലൽ അത് നമ്മളെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. മഹാന്മാരെ മദ്ഹ് നാം ഇവിടെ ഒരുപാട് ചൊല്ലുമ്പോ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ കൽബിലുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നല്ല ഖാലിസായ ഹൃദയം ഉണ്ടാവാൻ അത് കാരണമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം മഹാന്മാരുടെ ചരിത്രങ്ങൾ. ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ രാത്രിയും നാളെയുമായി നാം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. ആ കഹ്ഫ് സൂറത്തിലും നമുക്ക് അറിയുന്ന ചരിത്രമുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അതല്ലാത്ത വേറെ 2-3 മഹാന്മാരുടെ ചരിത്രങ്ങളും സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, മഹാന്മാരെ മദ്ഹ് ചൊല്ലൽ അത് വലിയ പുണ്യകരമാണ്. ആ മഹാന്മാരുടെ വലിയ നേതൃത്വമായ സയ്യിദുൽ ഔലിയ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളുടെ നേതാവാണ്. മഹാന്മാരോട് പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹബീബായ മുത്തനബി തങ്ങളെ അസ്ഹാബിന്റെ ശേഷം ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖരായ ആള് അത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണെന്നാണ്. മഹാന്മാരിൽ ഇത്ര വലിയ കറാമത്തുകൾ, ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു മഹാന്മാരെ കൂട്ടത്തിൽ കാണാൻ സാധിക്കൂല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പൊ വലിയ കറാമത്തിന്റെ ഉടമയാണ്, നമുക്കറിയുന്നതാണ്. മുഹയ്യിദ്ദീൻ മാലക്ക നാം പാടിയവരാണ്. അതിലൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നാം അറിഞ്ഞവരാണ്. അപ്പോ വലിയ സ്ഥാനത്ത് അല്ലാഹു നൽകിയ, വലിയ ഉന്നതമായ സ്ഥാനം അല്ലാഹു നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് അത്ര വലിയ സ്ഥാനത്തെത്താനുള്ള കാരണം എന്താണ്? അവിടുത്തെ മാതാപിതാക്കളെ കൊണ്ട് തന്നെ തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് അബൂ സ്വാലിഹ് എന്ന് പറയുന്ന ഒരു സയ്യിദാണ്. വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ്. നാം കേട്ടിരിക്കും ആ ചരിത്രം. ബഹുമാനപ്പെട്ടവരൊരിക്കലതാ ഒരു പുഴയുടെ അരികിൽ ഇങ്ങനെ പോകുമ്പോ വല്ലാത്ത വിശക്കുന്നുണ്ട്. ആ പുഴയുടെ അരികിലങ്ങ് പോയപ്പോ അതാ ആ പുഴയിൽ ഒരു പഴം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്.
അത് കണ്ടപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ബഹുമാനപ്പെട്ടവർ അതങ്ങ് കഴിക്കുകയാണ്. ശൈഖ് ജീലാനി തങ്ങളെ വാപ്പ അതങ്ങ് കഴിക്കുന്നു. കഴിച്ചതിന് ശേഷമാ ചിന്തിച്ചത്, സുബ്ഹാനല്ലാഹ്, ഇതാരുടെ എന്ന് എനിക്കറിയില്ലല്ലോ, ഇതെനിക്ക് കഴിക്കൽ ഹലാലാണോ എന്ന് അവിടുന്ന് ചിന്തിക്കുകയാണ്. സാധാരണ നമുക്ക് അങ്ങനെ ഒന്ന് വന്നു കിട്ടിയാൽ അത് കഴിക്കും. കാരണം എവിടെങ്കിലും പോയി പെടുകയല്ലേ, പിന്നെ ചീഞ്ഞ് നാറുകയല്ലേ, അത് വേസ്റ്റായി പോവുകയല്ലേ എന്നല്ലേ നാം ചിന്തിക്കല്. ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അത് കഴിച്ചപ്പോ വല്ലാത്ത വിഷമമായി. അങ്ങനെ ആ പഴം എവിടെ നിന്നാണ് വന്നത്, ഏത് റൂട്ടിൽ നിന്നാണ് ആ പഴം വന്നത് എന്ന് അന്വേഷിച്ച് ആ കുഴിയിലൂടെ തന്നെ അതാ അങ്ങ് നടന്നങ്ങ് പോകുന്നു. നടന്നതാ അവസാനം അതേ ബഹുമാനപ്പെട്ടവർ കഴിച്ച ഓരോറ്റ പഴങ്ങളുള്ള ഒരു മരം കാണുകയാണ്. പുഴയിലേക്ക് ചാഞ്ഞൊരു മരം കാണുന്നു. ആ മരത്തിന്റെ അരികിലൊക്കെ എത്തിയപ്പോഴതാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. ആ വീട്ടിലേക്ക് പോയപ്പോഴതാ ആ വീട്ടിന്റെ പുറത്തൊരു ആൾ ഇരുന്നിരിക്കുന്നു. വലിയ നല്ല മുഖപ്രസന്നതയോടെ ഇരിക്കുന്ന ഒരാളെ കാണുന്നു. അബ്ദുല്ലാഹി സൗബഈ റളിയല്ലാഹു അൻഹു, അവരുടെ വീടാണത്. അവരുടെ പഴമാണ് ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു കഴിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പോയി അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ വരട്ടെന്ന് അറിയാതെ ഒരു പഴം കഴിച്ചു പോയി. എന്റെ അരികിൽ ആ പുഴയിലൂടെ ഇങ്ങനെ വന്നപ്പോ ഞാൻ അറിയാതെ കഴിച്ചു പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കരഞ്ഞുകൊണ്ട് പറയാൻ എനിക്ക് നിങ്ങൾ അതിന് മാപ്പ് തരണം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത സന്തോഷമായി. അബ്ദുല്ലാഹി സൗമഈ ചില്ലറക്കാരനല്ല. സൗമഈ എന്ന പേരിന്റെ അർത്ഥം തന്നെ അബ്ദുല്ലാഹ് പേര്. സൗമഈ എന്ന എല്ലാവരും നാട്ടുകാരെ വിളിക്കുന്ന പേരാ. അതിന്റെ അർത്ഥം സന്യാസിയായിരിക്കുന്ന അതായത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് ദുനിയാവിന്റെ ചിന്തകളൊക്കെ മാറ്റി അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാണ് സൗമഈ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വല്ലാത്ത സന്തോഷമായി. ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സമ്മതം നൽകാം, നിങ്ങൾ എന്റെ പഴം കഴിച്ചത് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നിങ്ങള് എന്റെ ഒരു മകളുണ്ട്, ആ മകളെ കല്യാണം കഴിക്കണം. എന്റെ മകളെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം എന്നാണ് ആര് പറഞ്ഞത്? ഈ മഹാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർക്ക് വേറെ ലക്ഷ്യമില്ല. അതൊന്നും പിന്തിരിയാമൊക്കെ പക്ഷെ പറഞ്ഞില്ല, നിങ്ങൾ പൊരുത്തപ്പെടണമെങ്കിൽ ആ എന്റെ മകളെ കല്യാണം കഴിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിന് സമ്മതിക്കുന്നു. പിന്നെ ആ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, പക്ഷേ എന്റെ മകൾക്ക് കണ്ണില്ല, രണ്ട് കണ്ണില്ലാത്ത മകളാണ് എന്റെ മകള്. എന്റെ മകൾക്ക് രണ്ട് കാതില്ല, കൈയില്ല, കാലില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു മകളെയാണ് ബഹുമാനപ്പെട്ടവരോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. വാക്ക് കൊടുത്തല്ലോ, വാക്ക് സ്വീകരിച്ചല്ലോ, പറഞ്ഞു അതെ എന്തായാലും ശരി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടാലേ എനിക്ക് സമാധാനമാവും, അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കാം. അങ്ങനെ സമ്മതിക്കുമ്പോ നിക്കാഹ് ചെയ്യുന്നു. അതേ മണിയറയിലേക്ക് കയറുമ്പോ മണിയറയിൽ കാണുന്നത് നല്ല സുന്ദരിയായ ഒരു യുവതിയെ കാണുന്നു. ബഹുമാനപ്പെട്ടവർ ഓടി പുറത്തു വന്നു. വന്നിട്ട് ഭാര്യപിതാവായ അബ്ദുല്ലാഹി സൗമഈയോട് പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞത് കണ്ണും കാലും ഇല്ലാത്ത ഒരാളെയല്ലേ എനിക്ക് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ പോകുമ്പോ വല്ലാത്തൊരു സുന്ദരിയായ പെണ്ണെയാണല്ലോ എനിക്ക് ബെഡ്റൂമിൽ കാണുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയാണ്, അതേ ഞാൻ പറഞ്ഞത് കളവൊന്നുമല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? എന്റെ മകൾക്ക് കണ്ണില്ല എന്ന് പറഞ്ഞില്ലേ, അതായത് ഹറാം കാണുമ്പോ കണ്ണ് എന്റെ പെണ്ണിനില്ല. എന്റെ മകൾക്ക് ഹറാമിലേക്ക് നടന്ന കാലില്ല, ഹറാം കേട്ട കാത് എന്റെ പെണ്ണിരിക്കില്ല, ഹറാം പിടിച്ച കൈ എന്റെ പെണ്ണിരിക്കില്ല. ഇങ്ങനെ നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മോളാണ് എന്റെ മോള്. ഞാൻ വല്ലാത്ത ബേജാറിലായിരുന്നു. എന്റെ മോളെ നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്നു, ഇവർക്കൊത്തൊരു മണവാളനെ എനിക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയുമെന്നതിൽ വല്ലാത്ത ബേജാറിലായിരുന്നു ഞാൻ. ആ സമയത്താണ് നിങ്ങൾ വരുന്നത്. എനിക്ക് വല്ലാതെ സന്തോഷമായി പോയി. ഒരു ചെറിയൊരു പഴം കഴിച്ചതിന്റെ പേരിൽ എന്റെ വീട് വരെ അന്വേഷിച്ച് നിങ്ങൾ വന്നല്ലോ, എനിക്കത് വല്ലാത്ത സന്തോഷമായി പോയി.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിവാഹം ചെയ്യാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ ആ ബീവിയെ വിവാഹം ചെയ്യുന്നു. ഫാത്തിമ എന്നാണ് അവിടുത്തെ പേര്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് വിവാഹം ചെയ്യുകയാണ്. അങ്ങനത്തെ ആ അബ്ദുല്ലാഹി സൗമഇ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മഹാനായ അവരുടെ മകളായ ഫാത്തിമ എന്ന ആ ബീവിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെയും ഈ തങ്ങളുടെയും ഇടയിൽ പിറന്ന കുഞ്ഞാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. രണ്ടാം സയ്യിദാണ് അത്തുൽ ഹുസൈനിയ വൽ ഹസനിയതു തബഅ അബൂ ഉമ്മ ശരീഫൈനി ഖദ് ജതമഅ. ബഹുമാനപ്പെട്ടവർ ഉപ്പയുടെ ഭാഗത്തിലൂടെയും ഉപ്പയുടെ ഭാഗത്തിലൂടെയും നോക്കിയാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണക്ഷൻ ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കുട്ടികളിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ പറഞ്ഞു വന്നത് അങ്ങനെ ഈ നല്ല സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾക്ക് പിറന്ന കുഞ്ഞാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ അതാ റമദാൻ 1-നാണ് ബഹുമാനപ്പെട്ടവരെ പ്രസവിക്കുന്നത്. റമദാൻ 1-ന് പ്രസവിച്ചപ്പോ സുബ്ഹാനല്ലാഹ് പ്രസവിച്ചപ്പോ തന്നെ അവിടുന്ന് കറാമത്തുകൾ തുടങ്ങിയില്ലേ. ജീവിതത്തിൽ അതാ അവിടുന്ന് തുടങ്ങുന്നു. മുതലായ റമദാനിൽ 30 നാളിലോ മുലകൂടിക്കും കാലം മുലനെ തോടാതോ ബിൽകുതുബി റബ്ബാനി വൽഹൗദി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. റമദാൻ മാസം 1-നാ പ്രസവിക്കുന്നത്. റമദാനിൽ ഈ മുഹിയദ്ദീൻ എന്ന കുട്ടി അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള ഈ കുട്ടി സുബ്ഹാനല്ലാഹ് മുല കുടിക്കുന്നില്ല. പകലിൽ ഉമ്മാനെ മുല കുടിക്കുന്നില്ല. റമദാൻ മാസത്തെ അവിടുന്ന് ബഹുമാനിക്കുന്നു. സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ചെറുതിൽ തന്നെ വലിയ കറാമത്ത് കാണിച്ചു. അങ്ങനെ ഞാൻ ചുരുക്കി പറയാൻ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരാത്ത മതവുകളുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളർന്നു വന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് ഇൽമുകളൊക്കെ പഠിച്ചു. അങ്ങനെ അതാ 18 വയസ്സോളം അതേ ഉമ്മയോട് കൂടെ തന്നെ നാട്ടിൽ തന്നെ ജീവിച്ചു. അങ്ങനെ 18 വയസ്സായപ്പോ ബഹുമാനപ്പെട്ടവർ നാട്ടിൽ തന്നെ ഖുർആൻ പഠിച്ചു. ഉമ്മയിൽ തന്നെ ഉമ്മ വലിയ ബീവിയാണ്. ഒരുപാട് ഉമ്മ നിന്ന് പഠിച്ചു. അങ്ങനെ നാട്ടിന്റെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും നോക്കി നടന്ന് വീട്ടിലുള്ള പശുക്കളൊക്കെ ഇങ്ങനെ മേയിച്ച് നടക്കുന്ന സമയത്ത് ഒരിക്കൽ അതാ പശു അവിടെ നിന്ന് പറയുകയാണ്. മൊയ്തീമാരെല്ലാം പാടിയതാണ്. പശുവെ പായിച്ചാരെ ഇതിനെ പാടച്ചെന്ന് പശു പറഞ്ഞു. അറഫാന്റെ ദിവസമാണ്. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പശുവിനെ മേയിച്ച് നടക്കുമ്പോ ആ പശു തിരിച്ചു ചോദിക്കുകയാണ്, അല്ല അബ്ദുൽ ഖാദിറേ, അബ്ദുൽ ഖാദിറെ നിന്നെ ഇതിനാണോ പഠിച്ചത്? അല്ലാഹു നിനക്ക് ഒരുപാട് ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഒരുപാട് ഇൽമു പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി അല്ലാഹുവിന്റെ ദീനി ദഅവത്ത് നടത്തേണ്ട ആളാണ്. ഇങ്ങനെ എന്റെ ബാക്കിൽ കൂടി നടത്തേണ്ട ആളല്ല. ആരാ പറയുന്നത്? പശുവാണ്. നമുക്ക് സംശയം ഉണ്ടാവും, പശു സംസാരിക്കോ? ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരുപാട് ജീവികൾ സംസാരിച്ച് നമുക്കറിയാം. പക്ഷേ പശു സംസാരിക്കോ? പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് തെളിവുണ്ട്. ജീവികൾ ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് കാണാം. മുഹീദ്ദീൻ മാലിക് പറഞ്ഞതുകൊണ്ട് മുഹീദ്ദീൻ മാലിക് തള്ളിക്കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ പറയുന്ന ഓരോ വിഷയങ്ങളും തള്ളിക്കളയുന്ന ആളുണ്ട്. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, വലിയ ആലിമാണ്. ഒരുപാട് കിതാബുകൾ മനസ്സിലാക്കി അതൊക്കെ നോക്കിയാണ് ഈ മുഹീദ്ദീന്മാർ ഉണ്ടാക്കിയത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞ ഈ മൈത്ത് പശു സംസാരിക്കോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് അറിയാമല്ലോ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു വഴിയിൽ ഇങ്ങനെ തന്റെ സംഘവുമായി പോകുമ്പോ
സുലൈമാൻ നബി അലൈഹി സ്വലാം പോകുമ്പോ അവിടെ നിന്നതാ ഉറുമ്പിന്റെ കൂട്ടുണ്ട്. ഉറുമ്പിന്റെ കൂട്ടിങ്ങനെ കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് സുലൈമാൻ നബിയും സമുദായം പോകുമ്പോ കാലത്തിന്റെ മുലത്തു ഈ ഉറുമ്പുകളുടെ നേതാവ് പറയാണ് ബാക്കിയുള്ള ഉറുമ്പുകളോട്, ഉറുമ്പുകളെ നിങ്ങൾ പോയി നിങ്ങളെ മാളത്തിൽ വിളിച്ചോടി, മാളത്തിൽ നിന്നോടി. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടുത്തെ കൗമ് വരുന്നുണ്ട്. എവിടെങ്കിലും നിങ്ങളെ ചവിട്ടിയാലോ നിങ്ങൾ അതിൽ പെട്ടുപോകണ്ട, നിങ്ങൾ മാളത്തിൽ പോയി നിൽക്കണമെന്ന് ഉറുമ്പ് പറയുന്നു. ഈ പറയുന്നത് ആര് കേട്ടു? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം കേട്ടു. അതെന്ന് കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടുന്ന് ചിരിച്ചുപോയി. ഉറുമ്പുകൾ പറയുന്ന സംസാരം കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിച്ചുപോയി. അപ്പൊ ഉറുമ്പത്രക്കുള്ളതാ, ഉറുമ്പിന്റെ കണ്ണമ്മ കണ്ടില്ല, ഉറുമ്പിന്റെ നാവ് നമുക്ക് എങ്ങനെ നമുക്കറിയോ? നമുക്ക് കണ്ടിട്ടേ ഇല്ല. അത്ര ചെറുതാണോ ആ ഉറുമ്പ് സംസാരിച്ച കഥ? പരിശുദ്ധ ഖുർആനാ. പിന്നെ ഒരു പശു സംസാരിച്ച നമുക്ക് വലിയ കാര്യമാക്കേണ്ട, വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ടവരോട് ഈ പശു ഒക്കെ സംസാരിച്ചത്. പശു പറയാണ്, നിങ്ങൾ ഇതിനല്ലല്ലോ പഠിച്ചത്, നിങ്ങൾ ഇതിനല്ലല്ലോ പഠിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഇൽമിന്റെ വഴിയിലൂടെ പോകണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ തന്റെ ഉമ്മയോട് വന്ന് പറയുകയാണ്, എനിക്ക് ഇൽമോടിക്കണം. പരിശുദ്ധ ഖുർആനൊക്കെ ഇഫ്തിട്ടുണ്ട്, മറ്റുള്ള ഇൽമൊക്കെ പഠിച്ചിട്ടുണ്ട് പോയാ എനിക്ക് ഇനിയും ഒരുപാട് ഇൽമുകൾ പഠിച്ച് അല്ലാഹുവിന്റെ ദീനീ ദഅവത്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഉമ്മ നല്ല ഉമ്മയാണല്ലോ, നല്ല ദീനീ ബോധമുള്ള ഉമ്മയാണല്ലോ, അതിന്റെ വിസമ്മതിച്ചില്ല. ഇന്നത്തെ പോലെയാണോ? ഇന്നത്തെ പോലെ അടുത്തടുത്ത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടോ? നല്ല സ്ഥാപനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ തന്നില്ലല്ലോ. ഒന്നുമില്ലാത്ത ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ പഠിക്കാൻ പോകുന്നത്. ഒരു സൗകര്യമില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ടവരെ ഉമ്മ സമ്മതിക്കുകയാണ്, മോനെ പഠിക്കാൻ പോയിക്കോ. വാപ്പയില്ല, വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി, ഉമ്മയാണ് വളർത്തിയത്. അങ്ങനെ ഉമ്മ സമ്മതിക്കുന്നു, മോന് പഠിക്കാൻ പോയിക്കോ. അവനെ മോന് പഠിക്കാൻ വേണ്ടി പോകുമ്പോ 40 ദീനാറും കയ്യിൽ കൊടുത്തിട്ട് അയക്കുന്നത്. എന്നിട്ട് പറയുന്നു, മോനെ നീ പോവുകയാണല്ലോ, നീ ഇനി പഠിക്കാൻ വേണ്ടി പോവുകയാണല്ലോ, പഠിച്ചോ. ഇനി എപ്പ നമുക്ക് കാണുമെന്നറിയില്ല, എപ്പ നമുക്ക് കാണുമെന്നറിയില്ല. നമ്മളെ മക്കളെ ദർസിൽ ചേർത്താലോ ആഴ്ചയെ നമുക്ക് കോൾ ചെയ്യണം, അല്ലെ നമുക്ക് പോയി കാണണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളുടെയൊക്കെ സ്വഭാവമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പഠിക്കാൻ അയക്കുന്നു, പിന്നെ തിരിച്ചു വരുമെന്നൊരു ഉറപ്പുമില്ല. ഉമ്മ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് മോനെ അയക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവരതാ അതിനിടയിലുള്ള ചരിത്രം ഒക്കെ അറിയാം. ഉമ്മ സ്വർണ്ണം കൊടുത്ത് പറയുന്നു, കളവ് പറയില്ല മോനെ, അതൊക്കെ കേട്ട ചരിത്രമാണ്. അങ്ങനെ അതാ ആ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ടവരതാ ബഗ്ദാദിലേക്ക് പോകുന്നു. ബഗ്ദാദിൽ 33 വർഷം ബഹുമാനപ്പെട്ടവരുടെ ഇൽമോടിച്ചു. 33 വർഷം ചില്ലറ കാലമൊന്നുമല്ല, വലിയ ആലിമാണ്, ഒരുപാട് ഇൽമിന്റെ ബഹറാണ് ബഹുമാനപ്പെട്ടവർ. 33 വർഷം ബഗ്ദാദിൽ വെച്ചതാ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുകയാണ്. 33 വർഷക്കാലം അങ്ങനെ പഠിച്ച് സുബ്ഹാനല്ലാഹ് അവിടുത്തെ 50-50 വയസ്സൊക്കെ കഴിഞ്ഞു. അതുവരെ അവിടുന്ന് പഠിച്ചു. അവിടുന്ന് 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാലം അത് ദീനീ ദഅവത്തിന് വേണ്ടി നടക്കുകയാണ്. ദർസുൽ ഇൽമ ഹത്താ സിർതു കുതുബ വനിൽതു സാദ മിൻ മൗലൽ മദാനി. ബഹുമാനപ്പെട്ടവരതാ ഇൽമു പഠിച്ച് അവിടെ നിന്നതാ അല്ലാഹു വലിയ കുതുബിന്റെ സ്ഥാനം കൊടുക്കുന്നത് വരെ ഇൽമു പഠിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ മാതാവിനത് പ്രശ്നമല്ല. അങ്ങനെ 33 വർഷക്കാലം ഇവിടെ പഠിക്കുമ്പോ അങ്ങോട്ട് നാട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഉമ്മ അതാ അവിടെ നിന്ന് എന്തെങ്കിലും പൈസ ഉണ്ടാവുമ്പോ, ദീനാർ ഉണ്ടാവുമ്പോ ബഗ്ദാദിലേക്ക് ആരെങ്കിലും പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
അവരെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. എന്റെ മോന് ബഗ്ദാദിലേക്ക് ഓടിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ എവിടെങ്കിലും കാണുകയാണെങ്കിൽ ഈ ദീനാർ എന്റെ മോന്റെ കയ്യിലൊന്ന് കൊടുക്കണേ. അവന്റെ കയ്യിൽ ഓടിക്കാനുള്ള വേണ്ട സമ്പത്തൊന്നും അവൻ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ കഴിയുമെങ്കിൽ ഇതൊന്നും കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു കൊടുത്തേക്കുകയാ. അതാണ് മഹാന്മാരൊക്കെ വലിയ സ്ഥാനത്താണ്. വലിയൊരു കാരണം നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതമാണ്. വലിയ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാതാപിതാക്കൾ മക്കളെ എങ്ങനെ വളർത്തുന്നു ആ രീതിയിലാണ് മക്കൾ ഉണ്ടാവുക. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വളർത്തിയത് ഉമ്മയാണ്. 7 വയസ്സിൽ ഹാഫിളായി, 9 വയസ്സിൽ 2000-ഓളം അടുക്കമുള്ള ഹദീസുള്ള മുവത്ത എന്ന മാലിക് ഇമാമിന്റെ ഹദീസ് ഗ്രന്ഥം ഹിഫ്ളാക്കി. ബഹുമാനപ്പെട്ടവർ അവിടുന്ന് വളർത്തിയത് ഉമ്മയാണ്. അതുപോലെ എത്രയോ മഹാന്മാർ, അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പ്രായപൂർത്തിയെത്തി 15 വയസ്സ് അടുക്കുന്ന സമയത്ത് ഉമ്മാനോട് വന്ന് പറയാണ്, ഉമ്മാ അസ്ബഹ്തു റജുല യാ ഉമ്മീ, ഉമ്മാ എനിക്ക് പ്രായപൂർത്തിയായി, ഉമ്മാ എനിക്ക് പ്രായപൂർത്തിയായി. സാധാരണ നമ്മുടെ മക്കൾ വന്ന് പറഞ്ഞാൽ, സാധാരണ ഉമ്മാടോട് വന്ന് മക്കൾ പറയാണ്, ഉമ്മ എനിക്ക് പ്രായപൂർത്തിയല്ലായി, ഇപ്പൊ ഞാനൊരു യുവാവാണ്, ചെറിയ കുട്ടിയൊന്നല്ല എന്നൊരാൾ വന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ എന്താ പറയും, ആ മോനെ ഇനി ചിരിച്ചു കളിച്ച് നടക്കേണ്ട സമയമല്ല, ഇനി ബാക്കി കുട്ടികളെ പോലെ കളിക്കണ്ട, പെട്ടെന്ന് നല്ല ജോലിയെല്ലാം ഉണ്ടാക്കി നല്ലൊരു നിലയിലെത്താൻ വേണ്ടി ശ്രമിക്കണം, എനിക്കിങ്ങനെ കളിച്ചു നടക്കേണ്ട സമയമല്ല എന്നല്ല പറയല്. അബൂ യസീദ് ബിസ്താമി തങ്ങൾ വന്ന് ഉമ്മാനോട് പറയാണ്, ഉമ്മ എനിക്ക് പ്രായപൂർത്തിയായി. ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നൊരു ചോദ്യം, മോനെ ഹൽ റഅയ്ത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ചൊല്ലിക്കോളൂ, വെള്ളിയാഴ്ച രാത്രിയാണ്. ഹൽ റഅയ്ത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ പ്രായപൂർത്തിയായെന്നല്ലേ പറഞ്ഞത്, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിനക്ക് കണ്ടിട്ടുണ്ട് മോനെ. അല്ലാഹു തആല നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. വെള്ളിയാഴ്ച രാത്രിയുടെ ഹഖ് കൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലോ മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളോട് ഉമ്മ ചോദിക്കുന്ന ചോദ്യം അതാ, മോനെ നിനക്ക് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോനെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കണ്ടിട്ടുണ്ടോ മോനെ എന്നാ ആര് ചോദിച്ചത്? അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ ചോദിച്ചത്. ആ സമയത്ത് ഉമ്മ പറയാണ്, അബൂ യസീദ് അൽ ബിസ്താമി പറയുന്നു, അല്ലുമ്മ ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് എങ്ങനെയാണ് മുത്തനബി തങ്ങളെ കാണാൻ സാധിക്കുന്നത്, എനിക്ക് സാധിക്കുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മ പറയാണ്, അതേ സാധിക്കും, ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളൂ, മഹാന്മാർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ചരിത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളൂ, മുത്തനബി തങ്ങളെ കാണാം. അങ്ങനെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി തങ്ങളെ കാണുന്നു. കണ്ടപ്പോ ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മയോട് പോയി പറഞ്ഞു, നബിയേ ഉമ്മ അസ്ബഹ്തു റജുല യാ ഉമ്മീ, ഞാനിപ്പോ യുവാവായി ഉമ്മ. അപ്പൊ ബഹുമാനപ്പെട്ട ഉമ്മ വീണ്ടും ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി അബിൽ യഖ്ളാ, മോനെ നീ തങ്ങളെ കണ്ടത് ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ കണ്ടതാണോ, അല്ല ഉണർച്ചയിൽ നിനക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് മഹാന്മാർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? ബഹുമാനപ്പെട്ടവർ അങ്ങ് അന്താളിച്ചു പോയി. അബൂ യസീദ് ബിസ്താമിക്ക് വല്ലാത്ത കൗതുകമായി പോയി. എന്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഉമ്മയോട് പറയുന്നല്ലുമ്മ, ഉറക്കിൽ സ്വപ്നത്തിലാ ഞാൻ കണ്ടത്, ഉണർച്ചയിൽ കാണാനൊക്കെ സാധിക്കുമോ? അപ്പൂപ്പ ചോദിക്കുന്നു, നീ നിസ്കരിക്കാറില്ലേ? നിസ്കാരത്തിൽ അത്തഹിയാത്തുൽ മുബാറകാത്ത് ഓതി തങ്ങൾക്ക് സലാം പറയുമ്പോൾ എന്താണ് പറയലും? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുള്ളത് പോലെയല്ലേ അസ്സലാമു അലൈക, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്നല്ലേ സലാം പറയല്.
മുഖാത്തബിന്റെ നബീറിന്റെ തങ്ങള് നമ്മുടെ മുമ്പിലുള്ളത് പോലെയല്ലേ മോനെ നീ സലാം പറയല്. അപ്പൊ തങ്ങളെ കാണേണ്ടതില്ലേ? അങ്ങനെ സലാം അത്തയ്യാത്തിൽ പറയുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനയിൽ നിന്ന് ആ സലാം അടക്കിയത് കേട്ട് നിസ്കരിച്ച മഹാന്മാരില്ലേ? ബഹുമാനപ്പെട്ട അഹ്മദ് റസാഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ അതിൽപ്പെട്ട ആളുകളല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ അറ്റത്തെ മഹബത്തൊക്കെ വെച്ചപ്പോ അതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. അങ്ങനെ ഇത് പറഞ്ഞപ്പോ ഓന് വീണ്ടും സലാത്ത് ഇല്ലാൻ തുടങ്ങി. ഒരുപാട് സലാത്തുകൾ ചൊല്ലി 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 അതാ അവസാനം നബി തങ്ങളുടെ ഹബീബായ തങ്ങളെ ഉണർച്ചയിലും കാണാനുള്ള സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ടവരെത്തുന്നു. ഉമ്മയോട് പോയി പറയുന്നു, ഞാനിപ്പോ യുവാവായില്ലേ? അപ്പം പറഞ്ഞ ഇപ്പൊ നീ ഒരു യുവാവായിട്ടുണ്ട് പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കള് മക്കളെ വേണ്ടതുപോലെ നോക്കിയാൽ ആ മക്കളെ വലിയ സ്ഥാനത്തേക്ക് എത്താൻ കാരണമാകും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അത്ര വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം ബഹുമാനപ്പെട്ടവരുടെ മാതാപിതാക്കൾ, അവിടുത്തെ മാതാവ് ഇൽമിന് വേണ്ടി അങ്ങ് വിട്ടയച്ചതാണ്. അതേ ദുനിയാവിന്റെ ഒരു ആഗ്രഹം വെക്കാതെ അല്ലാഹുവിന്റെ ഇൽമ പഠിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഇൽമിന് വേണ്ടി വിട്ടയച്ചു. ആയതുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് ബഹുമാനപ്പെട്ടവരുടെ പേരിലാണ്. ഒരുപാട് പറയാനുണ്ടെന്ന് പറയാൻ പറ്റുന്ന സമയമല്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരെ മജ്‌ലിസാണ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. ആയതുകൊണ്ട് അവിടുത്തെ പേര് വിളിക്കുന്ന മജ്‌ലിസാണ്. അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർവൽ ലിഅഫ്വതിഹി. എന്റെ പേര് നല്ല ഇഖ്ലാസോടുകൂടെ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. നിങ്ങൾക്കുള്ള എന്ത് പ്രയാസത്തിനും അത് പരിഹാരമാണ് എന്ന നല്ല നിയത്തോടെ ആര് എന്നെ വിളിക്കുന്നു, അവനിക്ക് ഞാൻ അവിടുന്ന് ഉത്തരം നൽകും. അവൻ വിളിച്ചവാൾ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് തുനിയത്തിന്റെ മജ്‌ലിസിൽ നടക്കാറുണ്ട്. നല്ലൊരു മജ്‌ലിസാണ്. വെള്ളിയാഴ്ച രാത്രിയാണ്. ബഹുമാനപ്പെട്ടവരുടെ സയ്യിദവറുടെ നേതൃത്വത്തിലാണ്. എന്തുകൊണ്ടും നല്ലൊരു മജ്‌ലിസാണ് ഇൻഷാ അല്ലാഹ്. നല്ല പറഞ്ഞതുപോലെ നല്ല ആവേശത്തോടുകൂടെ ദുന്യവിയായ ഒരു ചിന്തയുമില്ലാതെ മഹാന്മാരെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. നമ്മുടെ ദുന്യവിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ ഉണ്ടാവണം. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം. അവസാനം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഈ മഹാന്മാരെ കൊണ്ട് ഈമാനോടുകൂടി ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്ക് സാധിക്കണം എന്ന നല്ല നിയത്തോടുകൂടി സദസ്സിലുള്ളവരിക്കും അല്ലാഹു തആല നല്ല ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പ്രഭാഷണ നടത്തുന്ന ഉസ്താദ് ഷാദയുടെ അന്തിമലി ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാർ, മഹത്തായ മദ്ഹബ് മജ്‌ലിസിന്റെ സ്നേഹിത മുഹിബീങ്ങൾ, പരിധിക്കുന്ന വന്ന് ഒരുമിച്ച് കൂടിയ നല്ലവരായ വിശ്വാസികളെ, സഹോദരിമാരെ, അമ്മമാരെ, അൽഹംദുലില്ലാഹ് മദ്ഹ ഹൗസ് കുതുബിയത്ത് നമ്മൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞ് സാധാരണ നോമ്പിന് മജ്‌ലിസ് ഉണ്ടാവാറില്ല. നോമ്പ് കഴിഞ്ഞ് എപ്പോഴാണെന്ന് ആളുകൾ ഇങ്ങനെ ചോദിക്കും.
അൽഹംദുലില്ലാ. അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ അവരെ നേർച്ച പൈസയും അവര് ഏൽപ്പിച്ച നേർച്ച പൈസയും ഏതോ നാട്ടുകാരായ ഏതോ ആൾക്കാർ ഹോസ്പിറ്റലിൽ വെച്ച് പല വിഷയങ്ങളിലും അവർ നേർച്ചയാക്കി അവർക്ക് ഫലം കിട്ടുകയും മറ്റുള്ളവരോട് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് മുളക്കേതുപോലെ സംബന്ധിച്ചിൽപ്പെട്ടവരുടെ ഇങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ നേർച്ചയാക്കുകയും അവര് ഞാൻ മക്കയിലിരിക്കുമ്പോൾ വാട്സപ്പ് ചെയ്തു വിഷയങ്ങളൊക്കെ പറഞ്ഞ് നേർച്ചയൊക്കെ കൊടുത്തതൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ അവരുടെ കാര്യങ്ങളും എല്ലാം ക്രിട്ടിക്കലായിരുന്നത് അല്ലാഹു തആല ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് നേർച്ച പൈസകൾ 11 രൂപയും 31 രൂപയും 51 അങ്ങനെയാണ് 10,000-കണക്കിന്റെ ഫലങ്ങളാണ് കിട്ടുന്നത്. നേർച്ച പൈസ എന്ന് പറയുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ കർഷകർക്കളെയും അതുപോലെ തന്നെ അവസരത്തെയും നമ്മുടെ ആവശ്യമൊക്കെ തന്നു ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് അല്ലാഹു തആല അവിടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. അതൊക്കെ എന്ത് ഖൈറാനിയതൊക്കെ കൊണ്ടുണ്ടോ അതിലൂടെ ഈ മജ്‌ലിസിലൂടെ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹോസ്പിറ്റലുകളിൽ പോലും വലിയ വലിയ ക്രിട്ടിക്കലായ അവസ്ഥയിൽ നമുക്ക് ഒരു ആത്മീയ ശക്തി വേണം. ഏത് ഡോക്ടറാ പറയാത്തത്? ഉപ്പ ഇങ്ങനെ അവസ്ഥയിലായിട്ടുണ്ട്, പിന്നെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് പ്രാർത്ഥിച്ചു കൊള്ളുക. ഏത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായാലും എത്ര വലിയ ഡോക്ടറായാലും നമ്മളിനി ലക്ഷ്യങ്ങൾ അവർ മുമ്പിൽ വെച്ചതാണെങ്കിൽ പോലും അവർ പറയും എന്നെല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുകയാണ്. ആത്മീയമായ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നത് എല്ലാവരിനാലും അംഗീകരിക്കപ്പെടുകയാണ്. കേവലം ഭൗതികം മാത്രം, മെഡിസിൻ മാത്രം, മരുന്ന് മാത്രം, ഡോക്ടർ മാത്രം എന്ന് പറയുന്നവർ പോലും ആത്മീയതയ്ക്ക്, പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ശക്തി അവർ തിരിച്ചറിയുകയാണ്. പല അത്ഭുത സംഭവങ്ങളും ഓപ്പറേഷന് വിധിക്കപ്പെട്ടത് പിന്നീട് ചെക്കപ്പ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല, അത് ഓപ്പറേഷന്റെ ആവശ്യമില്ല, അതെന്താ സംഭവിച്ച ഡോക്ടർമാരെ പോലെ അനുഭവപ്പെടുക. അപ്പൊ അങ്ങനെ ചില കറാമത്തുകളൊക്കെ ഉണ്ട്, അങ്ങനെ ചില അസറുകളൊക്കെ മജ്‌ലിസിനും ഉണ്ട്. മഹാനായ മഹാനുഭാവനെ സ്മരിക്കുന്ന ശവ്വാൽ മാസം അവിടുത്തെ ആണ്ടിന്റെ സമയമാണ്. അവിടുത്തെ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് സംഭവം കാണാം. അവരൊക്കെ അടുക്കൽ പോയി ക്യാൻസർ രോഗമാണ്, മഹാനവറുകളെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം, എന്നെ ആ രോഗം വേണ്ട, അങ്ങനെ ഒരു വാർത്ത പറയാം. അപ്പോൾ അത് പോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ രോഗം തന്നെ കാണുന്നില്ല. ഇതൊക്കെ കറാമത്താണ്. അപ്പൊ ഇതൊക്കെ ഉള്ളതാണ്, ഇതൊക്കെ അനുഭവിച്ച് പലരും അറിഞ്ഞതാണ്. ഇപ്പൊ കറാമത്തിനെ നിരാകരിക്കാനോ കളിയാക്കാനോ അത് അനുഭവിക്കുമ്പോൾ പറ്റൂല എന്നതാണ് യഥാർത്ഥം. സലഫിയായാലും വിദാത്തുകാരായാലും വഹാബിയായാലും നേർക്ക് നേർ അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ചില വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. ചില ശൈത്വാനൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് പിച്ചമ്പയും പറയുമ്പോൾ അല്ലാഹുവിലൂടെ ഖുർആനിലൂടെ അതിനെ തളക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ ആത്മീയതയ്ക്കും ഖുർആനിനും എന്തൊക്കെയോ പവറുണ്ടല്ലേ. അപ്പൊ പറഞ്ഞു വന്നത് ചില ആത്മീയമായ പവറുകൾ, അസറുകൾ അതൊക്കെ നിരാകരിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ആത്മീയതയ്ക്കും ഈമാനിനും വിശ്വാസത്തിനും എപ്പോഴാണ് അതിന്റെ കാതൽ നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ ഈമാനിന്റെ കുറവാണ്. ബിസ്മിയിലേക്ക് ഭക്ഷണം കഴിച്ചാൽ രോഗങ്ങൾ ഉണ്ടാവൂല, പ്രയാസം ഉണ്ടാവൂല, ഹദീസുണ്ട്. അത്ര നീയത്തുള്ളവർക്ക് അത് മതി, നീയത്ത് നന്നാവണം. ഈമാൻ പറയുമ്പോ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ബാധകമാകും. നല്ല നീയത്തോടെ നല്ല ഈമാനോടെയാണെങ്കിൽ അതിൽ അല്ലാഹു തആല നല്ല ഫലവും തരും. ഏതായാലും
അങ്ങനെ അൽഹംദുലില്ലാ ഈ മജ്ലിസ് നടക്കാതിരിക്കുമ്പോൾ ആ സത്യത്തിൽ പോലും ഇടപെട്ട ജനങ്ങളെ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്തിയ ഗൗസുലാദമിലൂടെ ഒരുപാട് റാഹത്തുകൾ സംഭവിച്ച മജ്ലിസാണ് എന്നത് ഇവിടെ നിൽക്കുന്നവർ സാക്ഷികളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആളുകൾക്ക് ഇത് നടക്കാതിരിക്കുമ്പോൾ ഇതിന് അത്രത്തോളം സ്നേഹിക്കുന്നവർക്ക് ഒരു ആശങ്കയാണ്, മജ്ലിസ് എപ്പോഴാണ് ചോദിക്കുമ്പോൾ നടത്താതിരിക്കും നമുക്കൊരു അസ്വസ്ഥത, എന്തോ ഒരു ആത്മീയമായ ശക്തി ഈ മജ്ലിസ് കൊണ്ട് കിട്ടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറാൻ, നമുക്ക് ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഹമ്മ പ്രയാസങ്ങൾ നീങ്ങാനാണ് നമ്മളൊക്കെ മജ്ലിസ് നടത്തുന്നത്. അത് മജ്ലിസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ചില ആളുകൾ മജ്ലിസിൽ പങ്കെടുത്ത് പിറ്റേന്ന ദിവസങ്ങളിൽ മാറ്റങ്ങൾ പറഞ്ഞറിയിച്ചെടുക്കുകയാണ്. അതൊക്കെ ഗൗസുലാദമിന്റെ കുതുബിയത്തിന്റെ മഹത്വങ്ങളാണ്. അതൊക്കെ വലിയ നിയത്തുകളാണ്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ അൽഹംദുലില്ലാ റമളാനിന് ശേഷം നമ്മൾ മജ്ലിസ് തുടങ്ങി. ഇപ്പോൾ ഇത് കൃത്യമായ ഡേറ്റ് ആയിരുന്നില്ല, എല്ലാവരും ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ പെട്ടെന്ന് ഒരു ഡേറ്റ് കണ്ടെത്തി ഇങ്ങനെ നടത്തിയപ്പോൾ പല സ്ഥലത്തും ഇന്ന് ഫംഗ്ഷനുകളും കല്യാണങ്ങളും പരിപാടികളും അവരെ അറിയിച്ചു, തങ്ങളെ ഇന്ന് പേരും മജ്ലിസ് നമുക്ക് പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്, കല്യാണമാണ്, കുടുംബത്തില് പരിപാടിയാണ് ഒക്കെ. ഏതായാലും നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആ നിയ്യത്ത് മതി, നമ്മൾ ദുആ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ഒരു ഡേറ്റ് കണ്ട് ഈ മാസം അവസാനിക്കാറായല്ലോ, അങ്ങനെ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല, കുറവുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാ പരിശുദ്ധമായ മദ്ഹിയ ഹൗസ് ഈ കുതുബിയത്ത് മജ്ലിസ് കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് മജ്ലിസ് പോയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ മാസവും തുടർച്ചയായി നടത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സൈമലുദ്ദീൻ അനുസ്മരിച്ചു. അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്ത നമ്മുടെ പ്രിയ സുഹൃത്തും എല്ലാവർക്കും സുപരിചിതരായ അളിയനക്കയായ സിദ്ദീഖ് മുസ്ലിയാർ ഇന്നലെ മരണപ്പെട്ടു. പാവം, ഒരു നല്ല സ്വഭാവക്കാരനായ ഒരു മനുഷ്യനായി അദ്ദേഹം ലളിതമായി ജീവിച്ചു തീർത്തു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബർസഖീനെ സന്തോഷാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു ഖൈറാത്തുകൾ നൽകട്ടെ, ക്ഷമ നൽകട്ടെ. ഓരോ മരണങ്ങളും നമ്മൾക്ക് നൽകുന്ന വല്ല വഴകുണ്ട്, വല്ല ഉപദേശങ്ങളുണ്ട്, ഓരോ പാഠങ്ങളുണ്ട്. അതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ പറഞ്ഞതാ, ഓരോ മരണവും നമ്മൾക്കുള്ള ഏറ്റവും വലിയ വായന. നമ്മൾ എത്ര വേണമെന്ന് പറഞ്ഞാലും അതൊന്നും ഏൽക്കൂല. പക്ഷേ മരണം അത് വലിയൊരു വായവാണ്, വലിയ വേണ്ട പറയുന്ന ആളാണ് മരണം എന്നുള്ള വസ്തുത. ഒരാളെ മരണത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് അയാൾ മരിച്ചു, നാളെ എന്റെ മരണവും വാർത്തയാകൂല എന്നാർക്കറിയാം. മരണം എനിക്കും ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ, ഭാര്യ വിധവയായ മക്കൾ ചിമകളായി. എനിക്കും ഭാര്യ മക്കളുണ്ട്, എനിക്കും കുടുംബമുണ്ട്. ഒരുപാട് പ്രസ്ഥാനത്തിലും സ്ഥാപനത്തിലുമൊക്കെ അംഗമായിട്ടുള്ള ആളാണ് ഞാൻ. നാളത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾക്ക് ആർക്കും അറിയില്ല. അല്ലാഹു അവന്റെ പൊരുത്തത്തിലായുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജാമിയ മർകസുൽ ഹാദിൽ ഇസ്ലാമിയ മുഹമ്മദ് ഇബ്രാഹിം അൻസാഫ് മെമ്മോറിയൽ ഹിഫ്ള് ആൻഡ് ദഅവ കോളേജിന്റെ പണി അന്നരായ കുമ്പോൾ സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ കരങ്ങളാൽ കുട്ടിയടിച്ച് നമ്മൾ തുടക്കം കുറിച്ച് ഇപ്പോൾ തറപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറഞ്ഞ കുട്ടികളെ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് ഖുർആൻ ഹിഫ്ളും അതിന്റെ ആശയങ്ങളും കിതാബൊക്കെ ഓദിച്ചു കൊടുക്കുന്ന ചെറിയ സിസ്റ്റമുള്ള, ചെറിയ രൂപത്തിലുള്ള ഒരു സ്ഥാപന ബിൽഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചതും. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നിങ്ങളെ സഹായ സഹകരണം സ്നേഹം വേണം. ദീനിന് വേണ്ടി നമ്മൾക്ക് ഒത്തൊരുമിച്ച് കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കണം. അല്ലാഹു ഇതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല എല്ലാ അഭിവൃദ്ധിയിലും ഖൈറിലുമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇസ്ലാം അല്ലാഹുവിന്റെ സ്വീകാര്യമായ മതം, അല്ലാഹുവിന്റെ മതം, ഇത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും സോഷ്യൽ മീഡിയയിലും വാർത്തയിലൊക്കെ നമുക്കറിയാം,
മുസ്ലിമീങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരും. മറ്റുള്ള അന്യമതസ്സിൽ നിന്ന് ഇസ്ലാം മതം സഫൻ സഫായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നടന്മാരും ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളടക്കം വലിയ വലിയ പേര് കേട്ട താരങ്ങളും അതുപോലെ തന്നെ സിനിമാ ലോകത്താണെങ്കിലും ഒക്കെയും ഇന്ന് മുസ്ലിം ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്താണ് ഇതിന് കാരണം? ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമായതാണ് കാരണം. ഇസ്ലാം സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ലളിതമായ മതമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ വളരെ എളുപ്പത്തിൽ ജീവിക്കപ്പെടുന്ന ആശയങ്ങൾ പറയുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിന്റെ ആശയങ്ങൾ, അതിൻ്റെതായ തത്വങ്ങൾ ആർക്കെങ്കിലും ഭാരമായി തോന്നിയേക്കാം. അതിനെക്കുറിച്ച് മുഴുവനായി പഠിക്കാത്തത് കൊണ്ടാണ്. നിസ്കാരം ഒരുത്തന് ഭാരമായി തോന്നുന്നെങ്കിൽ അവൻ പിന്നീട് നിസ്കരിക്കാത്തതിന്റെ പേരിൽ നല്ലോണം ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരും. ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകും നിസ്കരിക്കാതിരിക്കൽ തന്നെ. നിസ്കാരം ഭൗതികപരമായി പറയുകയാണെങ്കിൽ അവനക്ക് എത്രയോ നേട്ടങ്ങൾ, അവന്റെ ആരോഗ്യത്തിൽ, അവന്റെ കൈകാലുകളിൽ, അവർക്ക് ഒരുപാട് രോഗത്തിൽ നിന്നുള്ള സേഫ്റ്റിയായി നിസ്കാരം ഭൗതിക തലത്തിൽ തന്നെ മാറുന്നു എന്ന് മുസ്ലിം അല്ല അമുസ്ലിം ഡോക്ടർമാരും സയന്റിസ്റ്റുമാരും പറയുമ്പോൾ ഇസ്ലാം ലളിതമാണ്. നിസ്കരിക്കാൻ പറഞ്ഞത് ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ക്രൂശിപ്പിക്കപ്പെടാനോ വേണ്ടിയിട്ടല്ല. അവന്റെ ആഫിയത്ത് ഭൗതിക തലത്തിൽ തന്നെ നോക്കേണ്ടതുണ്ട്. അത് ആത്മീയമായ അല്ലാഹുവിനെ അടുത്ത് അങ്ങനെ ഭൗതികമായ ശരീരം നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴേ ആത്മീയമായ റബ്ബിലേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ അല്ലാഹു തആല ഒരു വ്യവസ്ഥകൾ വെക്കുകയാണ്. നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പട്ടിണി കിടത്തിക്കൊണ്ട് ആരെ വിഷമിപ്പിക്കാനല്ല, മറിച്ച് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് അത് സേഫ് ചെയ്യാണ്. ഒരുപാട് ഷുഗർ പോലെയുള്ള പ്രഷർ പോലെ പല രോഗങ്ങളും, എത്രയോ രോഗങ്ങളുണ്ട് സയന്റിസ്റ്റ് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുമാരും ഡോക്ടർമാരും പലരും മുസ്ലിമീങ്ങളല്ല അമുസ്ലിമീങ്ങളായിട്ട് പോലും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അതിന്റെ മഹത്വം മനസ്സിലാക്കി ഭൗതിക തലത്തിൽ തന്നെ. അങ്ങനെ സമ്പത്തുള്ളവൻ സക്കാത്ത് കൊടുക്കണം. അത് ഇവിടെ ഇക്വാലിറ്റി, സമത്വം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൃത്യമായി സക്കാത്ത് കൊടുത്തു കിട്ടിയാൽ ഒരു ദരിദ്രരുണ്ടാവൂല, പാവപ്പെട്ടവരുണ്ടാവൂല. ഒരു പെൺകുട്ടിക്കും പണമില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും കണ്ണീര് തോർത്തിക്കൊണ്ട് വീടിന്റെ അകത്തലത്ത് കഴിയേണ്ടി വരൂല. വിവാഹം കഴിക്കാൻ വേണ്ടി ആരോഗ്യം ചെറുതാക്കേണ്ടി വരൂല. അതേ സക്കാത്ത് എന്ന് കൃത്യമായി കൊടുത്തു വീടിയിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആശയം പാവങ്ങളെ സംരക്ഷിക്കപ്പെടാനാണ്. അങ്ങനെ ഒരു സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തുടങ്ങി മെയ് 1 ഞങ്ങൾ ഡേറ്റിന് വേണ്ടി പരിപാടി ഏതൊക്കെ ഏറ്റിട്ടുണ്ടോ നോക്കുമ്പോൾ ഡേറ്റ് നോക്കുമ്പോൾ മെയ് 1 തൊഴിലാളി ദിനം കണ്ടു. എന്താണ് ഈ തൊഴിലാളി ദിനം? അതിന്റെ ദിനത്തിന്റെ ആവശ്യം എന്താണ്? പ്രസക്തി എന്താണ്? ഇസ്ലാമിൽ തൊഴിലാളിയോട് കാണിക്കേണ്ട മാന്യതകളെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കണം. മുതലാളിമാർ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പണിയെടുക്കാൻ വരുന്നത് പണിക്കാരനായിക്കോട്ടെ, നമ്മുടെ കീഴിൽ നമ്മുടെ അണ്ടറിൽ പണിയെടുക്കുന്ന ആരുമായിക്കോട്ടെ, അവനോട് നീതി പാലിച്ചില്ലെങ്കിൽ അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവൻ എന്തിനായി വരുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. തൊഴിലാളിക്ക് അർഹമായ മാന്യമായ ശമ്പളം കൊടുക്കണം. അവന്റെ വേർപ്പ് അവന്റെ ശരീരത്തിൽ നിന്ന് മായുന്നതിന് മുമ്പ് തന്നെ അവനോട് പരിഗണന കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഏത് മേഖല ഇസ്ലാം ചെയ്യാതെ പോയത്? തൊഴിലാളിയെ സംരക്ഷിക്കണം, സ്ത്രീയെ സംരക്ഷിക്കണം, കുട്ടിയെ സംരക്ഷിക്കപ്പെടണം, ആ സ്വത്ത് സംരക്ഷിക്കപ്പെടണം. സ്വത്ത് ഓഹരി വെക്കുമ്പോൾ എല്ലാത്തിനും ഇസ്ലാമിൽ നിയമമുണ്ട്. അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഏത് മേഖലയും ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടില്ല. സ്ത്രീകൾക്ക് ഇവിടെ സ്വത്തിന് അവകാശമില്ലേ? ഇസ്ലാമിൽ സ്വത്തിന് അവകാശമുണ്ട്. അവൾക്ക് എന്റെ ഹിജാബ് ധരിക്കാൻ പ്രയാസമുണ്ടോ? അവളെ ഇസ്ലാം ബഹുമാനിച്ചു. അവൾ മുത്തുമണികളാണ്, രത്നങ്ങളാണ്. അതുകൊണ്ട് ഹിജാബിൽ പോകണം. അല്ലെങ്കിൽ കണ്ണ് രോഗി, ഞരമ്പ് രോഗികൾക്ക് തോണ്ടലും മാന്തലും പൈപ്പിംഗ് ഒക്കെ ഉണ്ടായി പോകും. ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഇത്ര ലളിതമാണ്, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിലെ ഹിദായത്തിലേക്ക് ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. ഇതിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ നേരെയായ ഹിദായത്തിന്റെ വഴിയല്ലേ നാം എപ്പോഴും അല്ലാഹുവോട് ചോദിക്കുന്നത്. നമ്മൾക്ക് നല്ല അല്ലാഹു ഹിദായത്ത് നൽകിയിട്ട് അതിനെ കാത്തു സൂക്ഷിക്കുവാൻ
ഒരു മുസ്ലിമായി, തനതായ മുസ്ലിമായി, എല്ലാ സംസ്കാരങ്ങളിലും പ്രവർത്തനങ്ങളിലും മുസ്ലിമായി ഇസ്ലാമായി ജീവിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നാം മധുഭാഗ്യരാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് എടുക്കാൻ ഒരു പ്രാവശ്യത്തെ മജ്ലിസിന് ചീരണി നൽകിയത് ഇവിടെ നിഫാജാർച്ച ഒരു അനിയൻ ഇസ്ഹാഖ് അവരെ ഒരു ട്രാവൽസ് തുടങ്ങിയിട്ടുണ്ട്. ലക്കോൺ എന്ന് പറയുന്ന ട്രാവൽസ് സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ജവാറിലും വളരെ വിപുലമായി നടക്കുന്ന സർവീസ് അടക്കം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിനീതൻ വേണമെങ്കിൽ അതിൽ അമീറായി പോകാം എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉംറ സർവീസും അതുപോലെ ടിക്കറ്റും വിസയും ഒക്കെയും ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ട്രാവൽസിൽ ലഭ്യമാണ്. അല്ലാഹു തആല വലിയ വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതിന്റെ വകയിലാണ് ഇന്നത്തെ ചീരണി അവർ നല്ല രീതിയിൽ നല്ല നിയത്തോടെ അവർ തരാണ്. അല്ലാഹു മുഹീദ് ശൈഖിന്റെ കാവലും മദതും അവരെ സംരംഭങ്ങൾ അല്ലാഹു നൽകി വളരെ വിജയം ഖൈറും അല്ലാഹു നൽകട്ടെ. മരിച്ചുപോയ നിഫാജയുടെ മകൻ ഇബ്രാഹിം അൻസാബ് അവന്റെ പേരിലാണ് സ്ഥാപനത്തിന് സ്ഥലം തന്നത്. അല്ലാഹു സാബിന്റെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു ദറജ കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി അവസാനം ദുആ ചെയ്യും. പറഞ്ഞില്ലേ ഒരുപാട് സംഭാവനകൾ 10, 20, 30 ആണെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പുള്ള സംഭാവനകളാണ്, നേർച്ചകളാണ്. അതൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞൊക്കെ ഫലമൊക്കെ കിട്ടിയിട്ടായതാണ്. ഇപ്പാണ് മജ്‌ലിസ് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോഴാണ് അതിന്റെ നേർച്ചകൾ എത്തിപ്പെടുന്നത്. അൽഹംദുലില്ലാഹ് അതൊക്കെ ഫലം കിട്ടി അവരൊക്കെ സുഖത്തിലും സന്തോഷത്തിലുമാണ്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈ മജ്‌ലിസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഖൈറായ നിയത്ത് കൽബിലുണ്ടോ അല്ലാഹു അത് സാധിപ്പിച്ചിരുമാറാകട്ടെ. രോഗം ശിഫായിലേക്ക് അല്ലാഹു അടുപ്പിക്കുമാറാകട്ടെ. വിഷമം, പ്രയാസം, കടങ്ങളൊക്കെ അല്ലാഹു തീർത്ത് വല്ല ഖൈറും ബറക്കത്തും സന്തോഷമുള്ള ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ലാ ഹദറത്തി ഹബീബില്ലാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.